Hello guys, welcome back to the video. So, in this video, we will 20,000 rupees in the 5 best all-rounder smartphones. So, video like button number is tech videos and channel mark subscribe to side the bell icon press all like video like here. ഞാൻ പറഞ്ഞ അടുത്ത് നിങ്ങൾ കേട്ടിട്ട് മടുത്താണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട്ഫോൺ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല വീഡിയോയിലോട്ട്. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് CMFൻ്റെതാണ്, CMF Phone 2 Pro. സോ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട്ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഫ്ലെക്സിബിൾ ആമോലെഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7300 Pro ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 15 വരുന്നത്. പിന്നെ IP54 ആണ്. പിന്നെ ബോക്സിനകത്ത് ചാർജറുണ്ട്. സോ അതിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ, കാരണം ഒരുപാട് പേര് ബോക്സിനകത്ത് ചാർജർ കൊടുക്കുന്നില്ല. അങ്ങനെ തരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്തു പറയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+128 GB ROM വേരിയൻറ്റ് 18,598 രൂപീസിനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു 17,848 രൂപീസിനൊക്കെ വാങ്ങാവുന്നതാണ്. സോ അണ്ടർ 20K അത്യാവശ്യം ഒരു നല്ല സ്മാർട്ട്ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ X6 Pro 5G. സോ നിങ്ങളൊരു കിടിലം പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ AMOLED ഡോട്ട് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8300 Ultra എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. സോ നിങ്ങളൊരു പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്മാർട്ട്ഫോൺ നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്, 15 അപ്പം അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+256 GB ROM വേരിയൻറ്റ് 19,789 രൂപീസിനൊക്കെയാണ് വരുന്നത്. സോ അണ്ടർ 20K ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട്ഫോണാണ്. സോ അത്രേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord CE4. ഒരു പഴയ സ്മാർട്ട്ഫോൺ ആണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോണാണ്, ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു സ്മാർട്ട്ഫോണാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED Pro XDR ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബസ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 5500 mAh ബാറ്ററിക്കാണ്. പിന്നെ 100 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. സോ 15 അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. LPDDR4Xും UFS 3.1 ഒക്കെയാണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോണാണ്. പിന്നെ OnePlusൻ്റെ സ്മാർട്ട്ഫോണാണ്. ഒരുപാട് പേര് OnePlusൻ്റെ സ്മാർട്ട്ഫോൺസൊക്കെ നോക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട്ഫോണാണിത്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+128 GB ROM വേരിയൻറ്റ് 22,998 രൂപീസിനാണ് വരുന്നത്. എനിക്കറിയാം 20,000 രൂപീസിന് മേളിൽ പോയി. സോ താല്പര്യം ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മാർട്ട്ഫോണാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ IQ Z9S, Vivo T3 Pro, Realme P3 Pro അതൊക്കെ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് IQൻ്റെതാണ്, IQ Z10 അല്ലെങ്കിൽ Vivo T4. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസ് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട്ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. അതായത് ഈ 4 സൈഡും കർവ് ചെയ്ത പരിപാടി. പിന്നെ
120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ്. സോ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ബാക്ക് ക്യാമറയിൽ നിന്ന്. സോ രണ്ട് ക്യാമറയിലും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7300 mAh ഒരു M1 ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത്. LPDDR4Xും UFS 2.2 ആണ് വരുന്നത്. അത് ഒരു ഡീമെറിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും UFS 2.2 ഒക്കെ കുറവാണ്. സോ നമ്മുടെ iQOO Z10 പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 21,998 rupees വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 19,748 rupees വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ വിവോ T4 പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128GB ROM വേരിയൻറ്റ് 21,999 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 19,474 rupees വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ നത്തിങ് ഫോൺ 2A ഒക്കെ പരിഗണിക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രൈസ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H60 Fusion. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K POLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ 4 സൈഡും കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സാണ്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7400 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും. സോ രണ്ട് ക്യാമറയിൽ നിന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോണോ ഒക്കെ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിക്കാണ് വരുന്നത്. 68 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറൊക്കെയാണ്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത്. IP68, 69 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഈ സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB ROM വരുന്നത്. ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ സാധനം 21,776 rupees വാങ്ങാവുന്നതാണ്. എനിക്കറിയാം 20,000 rupees മേളിലാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ 20 റേഞ്ചിലൊക്കെ നോക്കുന്നവർക്ക് ഒരു നല്ല ചോയ്സാണ്. സോ ഇതൊക്കെയാണ് 20,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.